എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖബറെന്ന് പറഞ്ഞ കളിക്കേണ്ട സ്ഥലമല്ല. ഖബറിന് നാവുണ്ട്, ഖബറിന് നാവുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമെന്ന എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ നിന്റെ കൈകാലുകൾ വിറയ്ക്കണം. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നരകം പറയുമ്പോ കരയാറില്ല. പടച്ചവനെ മഹാനവറുകളുടെ മുന്നിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞ, ഖബർ കണ്ടു കഴിഞ്ഞ ഉസ്മാൻ തങ്ങളുടെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്, വല്ലാതെ കരഞ്ഞു പോവുകയാണ്. ഖബർ കണ്ടാ തളർന്നിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്ന, ഉസ്മാൻ തങ്ങള് നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, പരലോകത്തെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, മീസാനിനെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോ, മരണത്തിന്റെ രംഗങ്ങളെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്തേ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഖബറിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇന്നിവിടന്ന് വഴുത് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഭക്ഷണം കഴിച്ചു, എല്ലാവരും കടന്നോ, എല്ലാവരും അവരവരുടെ റൂമിനകത്ത് കയറി ലൈറ്റ് അണച്ചിട്ട് കടന്നുറങ്ങുമ്പോ ആളില്ലാത്ത റൂമിനകത്ത് കയറി ചെന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് കഥകടച്ചിട്ട് ആ റൂമിന്റെ അകത്ത് നിനക്കൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ കഴിയുമോ? അല്ലാഹു ആരും കൈപിടിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് അപ്പുറത്തെ റൂമിൽ വാപ്പ കിടക്കുന്നുണ്ട്, ഉമ്മ കിടക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത റൂമിനകത്ത് കയറിയിട്ട് ലൈറ്റൊക്കെ ഒന്ന് അണയ്ക്കണം, ഫാൻ അണയ്ക്കണം, നല്ലതുപോലെ റൂം ലോക്ക് ചെയ്യണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒറ്റയ്ക്ക് അതിനകത്തൊന്ന് ഇരുന്ന് നോക്കണം. ആ ഖബറിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് ആ റൂമിനകത്ത് കയറിയിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് ഇരുന്ന് നോക്ക്. നമുക്ക് പേടിയാ, നമുക്ക് വല്ലാത്ത പേടിയാ. എങ്ങനെ പ്രിയപ്പെട്ടവരെ, അടുത്ത റൂമിൽ മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരുമുണ്ട്. എന്നിട്ട് പോലും ആ റൂമിന്റെ അകത്ത് നിനക്ക് ഒറ്റയ്ക്കൊന്നിരിക്കാൻ വല്ലാത്ത പേടിയാണെങ്കിൽ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ കുടുംബക്കാര് മുഴുവനും ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് ഇറക്കി കിടത്തി മണ്ണിട്ട് മൂടി ചെടിയും നട്ടിട്ട് മടങ്ങി പോകുന്ന ദിനത്തെക്കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? ആ പള്ളിപ്പറമ്പിൽ നീ ഏകനായിട്ട് കിടക്കണമല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇതിനകത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടും, ഇതിനകത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകും. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ദുനിയാവിൽ ജീവിക്കുമ്പോ മാതാപിതാക്കളുണ്ട്, നിന്റെ കൂടപ്പിറപ്പുകളുണ്ട്, നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഭാര്യയായി, പിന്നെ മക്കളായി. നാളെ മരിച്ചു പരലോകത്ത് ചെന്നാൽ അവിടെ ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരും അവരുടെ അനുയായികളുമുണ്ട്. ഇനി അല്ല നിനക്ക് സ്വർഗം തന്ന സ്വർഗത്തിലും അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ട്. ഇനി അല്ല നരകത്തിലിട്ട അവിടെയും ശൈത്താനും അനുയായികളുമുണ്ട്. പക്ഷേ നീ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം, അത് 6 അടി മണ്ണിനകത്താ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഖബർ കണ്ടാ തന്നെ കരഞ്ഞോണം. ഇനി മുതൽ ഖബർ കണ്ടാ കരയണം. എവിടെ കരയാൻ? പള്ളിപ്പറമ്പിൽ പോയി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് കോമഡി പറയുന്നവരാ നമ്മൾ. ഫോൺ വിളിക്കണം, എവിടെ നിന്നാ?
ചില ചെറുപ്പക്കാര് ഫോൺ വിളിക്കുമ്പോ പാപ്പാടെ തലയിൽ നട്ടുവച്ചിരിക്കുന്ന ചെടിയിൽ നിന്നാ ഇല പറിച്ച് കളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖബറ് സംസാരിക്കും മനുഷ്യ. ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ പള്ളിപ്പറമ്പിൽ പോകുന്നവനോട് ഖബറ് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖബർ ഓരോ മനുഷ്യനോടും സംസാരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, അവിടെ നിന്നൊരു ജനാസ ഖബറടക്കാ പള്ളിപ്പറമ്പിൽ പോവുകയാ. ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി. അതാ എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക്. അനുയായികൾ ചോദിച്ചു, തങ്ങളെ വരുന്നില്ലേ? മയ്യത്തിനോടുള്ള കടമകളും കടപ്പാടുകളും കഴിഞ്ഞല്ലോ. അവിടെ നിന്ന് അതാ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞ് ഖബർ കുഴിച്ച് ഖബറടക്കിയല്ലോ. ഇനി എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ അല്പനേരം ഇവിടെയൊന്ന് നിൽക്കട്ടെ, എന്നെ നിങ്ങളെ ശല്യം ചെയ്യരുത്, എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ പള്ളിപ്പറമ്പിലൂടെ നടന്ന് ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. പടച്ച റബ്ബേ, ഖബറിന്റെ ചാരത്ത് മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒരുപാട് നേരമായിട്ടും മിണ്ടുന്നില്ല, ഇരുന്ന് കരയുകയാണ്. ആ സമയത്താണ് ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്തേ എന്നോട് നിനക്കൊന്നും ചോദിക്കാറില്ലേ? ഒരുപാട് നേരം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ, എന്റെ സ്വഭാവം എന്താണെന്നറിയണ്ടേ? എന്റെ വയറിനകത്ത് കിടക്കുന്ന മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുന്നു, ഖബറേ, നിന്റെ ഉള്ളിലേക്കൊരു മനുഷ്യനെ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ ഖബർ പറഞ്ഞു കൊടുത്തു, മസഖത്തുൽ അക്ഫാർ വസദഖത്തുൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹുമാ. അവന്റെ കഫൻ തുണികൾ വലിച്ചു കീറുകയാണ്. പടച്ചവരെ, ഖബറവിടന്ന് ഞെരുക്കുകയാണ്. അവന്റെ കണ്ണുകൾ പിഴുതെടുക്കുകയാണ്. അവന്റെ പച്ചയിറച്ചികൾ അവന്റെ ശരീരം തിന്നുകുഴിപ്പിച്ചത് മുഴുവനോ പുഴുക്കൾ തിന്നുകയാ. അവിടെ നിന്ന് ഖബറിങ്ങനെ പറന്നു കൊടുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എന്നോട് പറയല്ലേ, എനിക്കത് കേൾക്കാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ ചാരത്ത് കരഞ്ഞ് തളർന്നു കിടക്കുമ്പോ ആ ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴിയവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ, നിനക്ക് ഖബർ കുഴിക്കുമല്ലോ, നിന്നെ കൊണ്ടുപോയി